ഉത്സവകാലങ്ങളിലെ കടുത്ത യാത്രാതിരക്ക് പരിഹരിക്കുന്നതിനായി നിർണായക തീരുമാനവുമായി കെഎസ്ആർടിസി. യാത്രക്കാരുടെ തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി 63 സ്വകാര്യ ബസ്സുകൾ വാടകയ്ക്കെടുക്കാൻ കോർപ്പറേഷൻ തീരുമാനിച്ചു. വരും ദിവസങ്ങളിൽ പ്രധാന റൂട്ടുകളിൽ നേരിടാൻ സാധ്യതയുള്ള വൻ തിരക്ക് മുൻകൂട്ടി കണ്ടാണ് മാനേജ്മെന്റിന്റെ ഈ നീക്കം. തമിഴ്നാട്, കർണാടക തുടങ്ങിയ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ എത്തുന്ന ഈ സീസണിൽ കൂടുതൽ സർവീസുകൾ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. ഡ്രൈവർ സഹിതമുള്ള ബസ്സുകളാണ് കെഎസ്ആർടിസി വാടകയ്ക്കെടുക്കുന്നത്. എന്നാൽ ബസ്സുകളിലെ കണ്ടക്ടർമാർ കെഎസ്ആർടിസി ജീവനക്കാർ തന്നെയായിരിക്കും. ബംഗളൂരു, ചെന്നൈ, മൈസൂരു തുടങ്ങിയ അന്തർ സംസ്ഥാന റൂട്ടുകളിലും തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് തുടങ്ങിയ പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന ദീർഘദൂര പാതകളിലുമാണ് ഈ ബസ്സുകൾ സർവീസ് നടത്തുക. കിലോമീറ്റർ അടിസ്ഥാനത്തിൽ നിശ്ചിത തുക വാടകയായി ബസ് ഉടമകൾക്ക് നൽകുന്ന രീതിയിലാണ് കരാർ തയ്യാറാക്കിയിരിക്കുന്നത്. ഓണം, വിഷു, ക്രിസ്മസ്, ശബരിമല സീസണുകളിൽ സ്വകാര്യ ബസ് ലോബികൾ നടത്തുന്ന അമിത ചാർജ് ഈടാക്കലിന് ഈ നീക്കം വലിയൊരു തടയിടും. കെഎസ്ആർടിസിയുടെ സാധാരണ ടിക്കറ്റ് നിരക്കിൽ തന്നെ യാത്രക്കാർക്ക് ഈ ബസ്സുകളിൽ യാത്ര ചെയ്യാം. സാധാരണ കെഎസ്ആർടിസി ബസ്സുകൾ പോലെ തന്നെ ഈ സർവീസുകൾക്കും മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യം സ്വിഫ്റ്റ് പോർട്ടൽ വഴി ലഭ്യമാകും. അതേസമയം കെഎസ്ആർടിസിയുടെ ഈ നീക്കത്തിനെതിരെ ഒരു ഭാഗം ജീവനക്കാരുടെ സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട്. സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമായാണ് സർക്കാരും മാനേജ്മെന്റും പുറത്തുനിന്നുള്ള ബസ്സുകൾ വാടകയ്ക്കെടുക്കുന്നത് എന്നാണ് ഇവരുടെ ആരോപണം. എന്നാൽ പുതിയ ബസ്സുകൾ വാങ്ങുന്നതിലെ വലിയ സാമ്പത്തിക ബാധ്യത ഒഴിവാക്കാനും അതേസമയം ഉത്സവകാലത്തെ അടിയന്തര യാത്രാ പ്രശ്നം പരിഹരിക്കാനും ഇതല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്നാണ് അധികൃതരുടെ വിശദീകരണം. ബസ്സുകൾ വാടകയ്ക്കെടുക്കുന്നത് തന്നെ പുതിയ ബസ്സുകൾ വാങ്ങാൻ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം ആവശ്യമായതിനാലാണ്. എന്നാൽ വാടകയ്ക്കെടുക്കുമ്പോൾ അടിയന്തര ആവശ്യത്തിന് കുറഞ്ഞ ചെലവിൽ കൂടുതൽ ബസ്സുകൾ നിരത്തിലിറക്കാം. നിലവിൽ കട്ടപ്പുറത്തുള്ള ബസ്സുകളുടെ എണ്ണം കൂടിയതും പുതിയ ബസ്സുകൾ സർവീസിലെത്തിക്കാൻ വൈകുന്നതും സർവീസുകളെ ബാധിച്ചിരുന്നു. ഉത്സവകാലത്ത് അന്തർ സംസ്ഥാന സ്വകാര്യ ബസ്സുകൾ ടിക്കറ്റ് നിരക്ക് 3-4 ഇരട്ടിയാക്കി യാത്രക്കാരെ ചൂഷണം ചെയ്യുന്നത് തടയാൻ ഇത് സഹായിക്കും. ചില വെല്ലുവിളികളും ഇതിലൂടെ നേരിടുന്നുണ്ട്. കെഎസ്ആർടിസിയെ ഘട്ടങ്ങളായി സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കമാണിതെന്ന് ആരോപിച്ച് ജീവനക്കാരുടെ സംഘടനകൾ പ്രതിഷേധത്തിലാണ്. വാടകയ്ക്കെടുക്കുന്ന ബസ്സുകളുടെ സൗകര്യങ്ങളും സുരക്ഷിതത്വവും കെഎസ്ആർടിസി മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നത് വലിയ വെല്ലുവിളിയാണ്. ഒരു പുതിയ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ബസ് വാങ്ങാൻ ശരാശരി 35 ലക്ഷം മുതൽ 45 ലക്ഷം രൂപ വരെ ചിലവ് വരും. 63 പുതിയ ബസ്സുകൾ വാങ്ങാൻ ഏകദേശം 22 മുതൽ 28 കോടി രൂപ വരെ അടിയന്തരമായി കണ്ടെത്തേണ്ടി വരുമായിരുന്നു. പുതിയ ബസ്സുകൾ വാങ്ങാനുള്ള കോടിക്കണക്കിന് രൂപയുടെ മുൻകൂർ നിക്ഷേപം ഇല്ലാതെ തന്നെ പെട്ടെന്ന് കൂടുതൽ ബസ്സുകൾ നിരത്തിലിറക്കാൻ ഇതിലൂടെ സാധിക്കും. ബസ് ഉടമകളുമായി നിശ്ചിത കിലോമീറ്റർ നിരക്കിലാണ് കരാറിലെത്തുന്നത്. സർവീസ് നടത്തുന്ന കിലോമീറ്ററുകൾക്ക് മാത്രം തുക നൽകിയാൽ മതി എന്നതിനാൽ റൂട്ട് ലാഭകരമാണോ എന്ന് കൃത്യമായി കണക്കാക്കാൻ സാധിക്കും. റവന്യൂ ഷെയറിംഗ് മോഡലിൽ ടിക്കറ്റ് വരുമാനത്തിന്റെ വലിയൊരു പങ്ക് കോർപ്പറേഷനിൽ തന്നെ നിലനിൽക്കും. ബസിന്റെ ദിവസേനയുള്ള അറ്റകുറ്റപ്പണികൾ, സ്പെയർ പാർട്സുകൾ, ടയർ മാറ്റർ എന്നിവയുടെ ചെലവുകൾ ബസ് ഉടമ തന്നെ വഹിക്കണം. ഡ്രൈവറുടെ ശമ്പളം നൽകേണ്ടതും ഉടമയാണ്. ഇതിലൂടെ കെഎസ്ആർടിസിക്ക് വലിയൊരു തുക മെയിന്റനൻസ് ഇനത്തിലും ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ നൽകുന്നതിലും ലാഭിക്കാൻ സാധിക്കും. ഉത്സവകാലത്ത് യാത്രക്കാരുടെ എണ്ണം സാധാരണ ദിവസങ്ങളേക്കാൾ ഇരട്ടിയായിരിക്കും. കൂടുതൽ ബസ്സുകൾ നിരത്തിലിറക്കുന്നതിലൂടെ പരമാവധി ടിക്കറ്റ് വരുമാനം പെട്ടെന്ന് കണ്ടെത്താൻ കെഎസ്ആർടിസിക്ക് കഴിയും. സ്വകാര്യ ബസ്സുകൾ അമിത ചാർജ് ഈടാക്കുമ്പോൾ കെഎസ്ആർടിസിയുടെ സാധാരണ നിരക്കിൽ കൂടുതൽ യാത്രക്കാരെ ആകർഷിച്ച് വരുമാനം ഉയർത്താം. ഉത്സവകാലത്തെ തിരക്ക് കഴിഞ്ഞ് ഓഫ് സീസൺ ആകുമ്പോൾ സ്വന്തമായി വാങ്ങിയ ബസ്സുകളാണെങ്കിൽ അവ വെറുതെ ഇട്ട് നശിക്കാനോ അല്ലെങ്കിൽ വലിയ നഷ്ടത്തിൽ സർവീസ് നടത്താനോ സാധ്യതയുണ്ട്. എന്നാൽ വാടക ബസ്സുകൾ സീസൺ കഴിയുമ്പോൾ കരാർ കാലാവധി അനുസരിച്ച് തിരികെ നൽകാൻ കഴിയും. ഇത് സാമ്പത്തിക ചോർച്ച തടയുന്നു. തിരക്കേറിയ സമയങ്ങളിൽ യാത്രക്കാർ അനുഭവിക്കുന്ന ദുരിതത്തിന് പരിഹാരം കാണാൻ കെഎസ്ആർടിസി എടുത്ത ഈ താൽക്കാലിക തീരുമാനം എത്രത്തോളം വിജയകരമാകുമെന്ന് വരും ദിവസങ്ങളിൽ അറിയാം. സമയബന്ധിതമായി സർവീസുകൾ നടത്താനും യാത്രക്കാർക്ക് സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കാനും കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.